Okay, hello everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യൂ ഓഫ് പാരാമെഡിക്കലിൻ്റെ OT ടെക്നിക്സ് ഇൻ INDNT OT and ET യൂണിറ്റ് 1 ആണ്. അപ്പം നമ്പർ 1 വിഷ്വൽ അക്യൂറ്റി മീൻസ് നമ്മുടെ വിഷൻ്റെ ക്ലാരിറ്റിയാണ് ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് വിഷ്വൽ അക്യൂറ്റിയുടെ മെഷർമെൻറ്റ്. അപ്പം അത് എന്തിനെ ടെസ്റ്റ് ചെയ്യുന്നത്? റെറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത്. റെറ്റിനയിൽ നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിനെ പറയുന്ന യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുല എന്ന് പറയുന്നത്. അവിടെ ഒരു ലൈറ്റ് വീഴുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും റെറ്റിനയുടെ മാക്യുലയുടെ പോർഷനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ഡിസ്റ്റൻസ് വിഷൻ ഈസ് ടെസ്റ്റഡ് യൂസിങ് വിഷൻ ടെസ്റ്റിന് ചാർട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഡോക്ടറിൻ്റെ റൂമിൽ കണ്ടിട്ടുണ്ട്, ഒരു ചാർട്ട് ചുവട്ടിൽ വെച്ചിട്ടുണ്ട്, പല ഷേപ്പിൽ പല സൈസിലെ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ആ ചാർട്ടിന് പറയുന്നത് സ്നെഡലിൻസ് ചാർട്ട് എന്നാണ്. അത് വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് വിഷൻ ചെക്ക് ചെയ്യുന്നത്. ആൻസർ എ ആണ്. നിയർ വിഷൻ ഇസ് ടെസ്റ്റഡ് യൂസിങ് അതുപോലത്തെ ചാർട്ടുണ്ട്, തൊട്ട് അടുത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒരു ചാർട്ട്, എന്ന് പറയുന്നത് ജേഗർ ചാർട്ടാണ്. ആൻസർ എ ആണ്. ഫണ്ടസ് എക്സാമിനേഷൻ. ഫണ്ടസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ണിനകത്ത് ഏറ്റവും ബാക്കിലെ റെറ്റിനയുടെ നടുക്ക് നെർവ് പുറത്തേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന നെർവിൻ്റെ ആ പോയിന്റാണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനെ ഒപ്റ്റിക് ഡിസ്കിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഫണ്ടസ് എക്സാമിനേഷനിൽ. ഡ്രഗ് യൂസ് ഫോർ പ്യൂപ്പിൾ ഡയലേഷൻ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി പ്യൂപ്പിൾസിനകത്ത് ലൈറ്റ് അടിക്കാൻ പീപ്പിൾ ചുരുങ്ങും. അപ്പം പീപ്പിൾ ചുരുങ്ങാതിരിക്കാൻ നമ്മൾ പീപ്പിളിനെ ഡയലേറ്റ് ചെയ്ത് വെക്കാൻ ഒരു മരുന്ന് യൂസ് ചെയ്യും. ആ മരുന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ട്രോപ്പിക്കാമായിട്ടാണ്. ഓക്കെ, ആൻസർ ബി ആണ്. നോർമൽ ഒപ്റ്റിക് ഡിസ്ക് കളർ. ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനയുടെ ബാക്കിൽ നെർവ് പുറത്തേക്ക് പോകുന്ന ആ പോയിന്റ് ഒരു റൗണ്ട് അല്ലെങ്കിൽ സർക്കുലർ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നെർവ് ഫൈബേഴ്സ് ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പം അതിനാണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ പിങ്ക് ആയിരിക്കും. ഓക്കെ, ഡിസ്ക് കപ്പ് റേഷ്യോ. ഡിസ്കിൻ്റെ നടുക്ക് വീണ്ടും ഒരു പോയിന്റ് ഉണ്ടാവും, അവിടെയാണ് നെർവിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ ചെറിയൊരു പോയിന്റാണ്. അപ്പം പുറത്ത് ഡിസ്കും നടുക്ക് പുറത്ത് കപ്പും നടുക്ക് ഡിസ്കുമായിട്ട് വരും. അപ്പം ആ രണ്ടിൻ്റെ റേഷ്യോ നമ്മൾ അളക്കുമ്പോൾ അത് സാധാരണ വരുന്നത് 0.3 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ റേഷ്യോ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.3 ആണ്. അപ്പം കപ്പിൻ്റെ ഡിസ്കിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ കപ്പ് അകത്തും ഡിസ്ക് പുറത്തുമാണ്. അപ്പം ആ റേഷ്യോ ആണ് 0.3 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാപ്പിലിഡിമ. പാപ്പിലിഡിമ ഷോസ് നമ്മൾ ഈ ഡിസ്കിനകത്ത് എന്തെങ്കിലും സ്വെല്ലിങ് വരുമ്പോൾ, വീക്കം വരുമ്പോൾ അതിൻ്റെ മാർജിൻസ് ക്ലിയർ ആവത്തില്ല. മാർജിൻസ് ഇങ്ങനെ ബ്ലറായിട്ട് വരും. അപ്പോൾ അതിനാണ് പറയുന്നത് പാപ്പിലിഡിമ എന്ന് പറയുന്നത്. ഡിസ്കിൻ്റെ സ്വെല്ലിങ് വരുമ്പോൾ അപ്പോൾ ഡിസ്കിൻ്റെ മാർജിൻ ക്ലിയർ ആവത്തില്ല, ബ്ലർഡ് ആയിപ്പോകും. അതിന് ബ്ലർഡ് മാർജിൻ. ആൻസർ ബി ആണ്. മാക്യുല ഇസ് ലൊക്കേറ്റഡ്. മാക്യുല എന്ന് പറയുന്നത് നമ്മളുടെ യെല്ലോ സ്പോട്ട്. അപ്പോൾ ഈ ഡിസ്കും കപ്പുമാണ് ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ. അവിടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഒബ്ജക്റ്റ് ലൈറ്റ് വീണാൽ കാണാൻ പറ്റില്ല. അതേസമയത്ത് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് യെല്ലോ സ്പോട്ടാണ്. അവിടെ ലൈറ്റ് വീണാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ റെറ്റിനയുടെ വേറൊരു പോയിന്റിലാണ് കിടക്കുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് സൈഡിലേക്കാണ്. അത് നമ്മൾ ഐബോളിൻ്റെ സെൻറ്ററിലല്ല, കുറച്ച് സൈഡിലേക്കാണ്. സൈഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇടതോട്ടോ വലതോട്ടോ ആയിരിക്കും സെൻറ്ററിൽ നിന്ന്. അപ്പം ഏത് കണ്ണാണ് അതനുസരിച്ച് അതിൻ്റെ ലാറ്ററൽ സൈഡിലേക്കാണ്, ടുവേഴ്സ് ടെമ്പറൽ സൈഡാണ് ആൻസർ. ഓക്കെ, ആൻസർ ബി ആണ്. ഫോവിയൽ റിഫ്ലെക്സ് ഇൻഡിക്കേറ്റ്സ്. ഈ മാക്യുലയുടെ ഒരു സെൻറ്റർ ഉണ്ട്, അതിന് സെൻറ്റർ എന്ന് പറയുന്നത് ഫോവിയ എന്ന് പറയും. അപ്പോൾ ഫോവിയക്കകത്ത് ലൈറ്റ് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രൈറ്റായിട്ട് ലൈറ്റ് വരികയാണെങ്കിൽ അതിൽ നോർമലാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നോർമൽ മാക്യുല. ആൻസർ ബി ആണ്. ഒഫ്തൽമോസ്കോപ്പി ഈസ് യൂസ് ടു. ഒഫ്തൽമോസ്കോപ്പി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫണ്ടസ് എക്സാമിൻ ചെയ്യണം. ഫണ്ടസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിനകത്ത് ബാക്കിൽ റെറ്റിനയും ഒപ്റ്റിക് ഡിസ്കും ഒപ്റ്റിക് കപ്പും മാക്യുലയും ഫോവിയ ആ ഏരിയയിൽ നമ്മൾ എക്സാമിൻ ചെയ്യും. അവിടുത്തെ ബ്ലഡ് വെസൽസ് എക്സാമിൻ ചെയ്യും. അവിടെ സ്വെല്ലിംഗ് ഉണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുന്നത്, പാപ്പിലിഡിമ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഒഫ്തൽമോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, എക്സാമിൻ ഫണ്ടസ്.
ഡയറക്റ്റ് ഒപ്തൽമോസ്കോപ്പി. ഡയറക്റ്റ് മീൻസ് നേരിട്ട് നമ്മൾ കണ്ണാത്തേക്ക് നോക്കുന്നതാണ് ഡയറക്റ്റ് ഒപ്തൽമോസ്കോപ്പി. അപ്പോൾ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമേജ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അതുപോലെ തന്നെ കിട്ടും. അതിന് അപ്രൈറ്റ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. ഇൻഡയറക്റ്റ് ഒപ്തൽമോസ്കോപ്പി കുറച്ച് ദൂരെ നിന്ന് നമ്മൾ കണ്ണിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് ഇൻഡയറക്റ്റ് ഒപ്തൽമോസ്കോപ്പി. അതിൽ ഇമേജ് തിരിഞ്ഞ് കിടക്കും, കാരണം ഇമേജിൻ്റെ ഡയറക്ഷൻ മാറിപ്പോകും. അപ്പം ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്ന ആൻസർ ബി ആണ്. മീൻസ് ഇമേജ് തല തിരിഞ്ഞ് കിടക്കും, അതിനാണ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സ്ലിറ്റ് ലാമ്പ്. സ്ലിറ്റ് ലാമ്പ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് നമ്മളൊരു ചെറിയൊരു സ്ലിറ്റിൽ കൂടെ നമ്മൾ അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള പോർഷൻ ഉണ്ട്, ആൻറ്റീരിയർ സെഗ്മെൻറ്റ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ ബാക്കിൽ പോസിറ്റീവ്, ലെൻസിൻ്റെ ഫ്രണ്ടിൽ ആൻറ്റീരിയർ ആണ്. അപ്പോൾ ആൻറ്റീരിയർ സെഗ്മെൻറ്റ് നന്നായിട്ട് കാണണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു ആക്സിസിൽ വെച്ച് നമ്മൾ നോക്കണം. അപ്പോൾ അതിനെ സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, ആൻറ്റീരിയർ സെഗ്മെൻറ്റ്. ടോണോമെട്രി എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ കണ്ണിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നതാണ് ടോണോമെട്രി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഇൻട്രാഓക്കുലർ പ്രഷർ, കണ്ണിനകത്തുള്ള പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഹൈ ഇൻട്രാഓക്കുലർ പ്രഷർ, കണ്ണിനകത്തുള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ പേരെന്താണ്? അതിന് പേര് ഗ്ലോക്കോമ എന്നാണ്. അപ്പോൾ ആ പ്രഷർ കൂടി എന്തായിട്ടും കാഴ്ച നഷ്ടപ്പെടാം, ഒപ്റ്റിക് നെർവ്, റെറ്റിന എല്ലാം ഡാമേജ് ആവാം. അങ്ങനെ ഗ്ലോക്കോമ. കാറ്ററാക്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ലെൻസിനകത്ത് ലൈറ്റ് പോവാതെ ഒപ്പേക്കാണ് കാറ്ററാക്ട്. മയോപ്പിയ മീൻസ് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. ആസ്റ്റിഗ്മാറ്റിസ് എന്ന് വെച്ചാൽ വേറൊരു വിഷൻ ഡിഫക്റ്റ് ആണ്. അതിനകത്ത് നമുക്ക് എല്ലാ ഏരിയയിലും ഒരേ ലെൻസിൻ്റെ എല്ലാ ആക്സിസിലും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫോക്കസിൻ്റെ വ്യത്യാസം വരും ലെൻസിൻ്റെ പല ആക്സിസിലും. അപ്പോൾ അതാണ് ആസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, ഗ്ലോക്കോമ. കോർണിയൽ ഫംഗ്ഷൻ. കോർണിയൽ ഫംഗ്ഷൻ എന്താണ്? കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന നടുക്കുള്ള ട്രാൻസ്പെറൻറ്റ് ഏരിയയാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം, ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കോർണിയ. ആൻസർ ബി ആണ്. ലെൻസിൻ്റെ ഫംഗ്ഷനാണ് ഈ കോർണിയയിൽ നിന്ന് വരുന്ന ലൈറ്റിനെ കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് റെറ്റിനിൽ എത്തിക്കുന്ന ഫംഗ്ഷനാണ് ലെൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ലെൻസിൻ്റെ. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്, ഫോക്കസ് ലൈറ്റ്. റെറ്റിന എന്ത് ചെയ്യുന്നു? റെറ്റിന ലൈറ്റ് വീഴുമ്പോൾ ആ ലൈറ്റ് റോഡ്സും കോൺസിലും വീഴും. റോഡ്സും കോൺസുമാണ് നമ്മൾ ലൈറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റോഡ്സും അതിൻ്റെ കളർ കോൺസുമാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഈ മെസ്സേജ് നെർവ് വഴി ബ്രെയിനിൽ എത്തിക്കുന്നതിനാണ് റെറ്റിനയുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്, ലൈറ്റ് ഇമ്പൾസസ്. ഒപ്റ്റിക് നെർവ് ക്യാരീസ്. ഒപ്റ്റിക് നെർവ് എന്താ ചെയ്യുന്നത്? ഈ റെറ്റിനയിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ കളക്ട് ചെയ്തിട്ട് സിഗ്നലായിട്ട്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, വിഷ്വൽ സിഗ്നൽസ്. കാറ്ററാക്ട്. കാറ്ററാക്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലെൻസിനകത്ത് ലൈറ്റ് പാസ്സാവാതെ ലെൻസ് ഒപ്പേക്ക് ആകുമ്പോൾ അതിനാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. സാധാരണ ഏജ് കൂടുന്നതും ആൾക്കാർക്ക് ലെൻസ് ഒപ്പേക്ക് ആവും. അപ്പം അതിനാണ് സെനൈൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലെൻസ് ഒപ്പേസിറ്റിയുടെ ആൻസർ ബി ആണ്. ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനകത്തുള്ള പ്രഷർ കൂടുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. പ്രഷർ കൂടുമ്പോൾ നമ്മൾ ബാക്കിലുള്ള ഒപ്റ്റിക് നെർവിനൊക്കെ ഡാമേജ് വരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ആ ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, ഒപ്റ്റിക് നെർവ് ഡാമേജ്. കിരട്ടോകോണസ് എന്ന് പറയുന്നത് നമ്മുടെ കോർണിയയിൽ നോർമലി റൗണ്ട് ഷേപ്പാണ് കോർണിയക്കുള്ളത്. പക്ഷേ ആ കോർണിയയുടെ ഷേപ്പ് മാറിയിട്ട് ഒരു തള്ളി നിൽക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് കിരട്ടോകോണസ്. ഒരു കോൺ ഷേപ്പിലായി പോകും കോർണിയ. നോർമലി കോർണിയ നല്ല റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കോർണിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അത് റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കിരട്ടോകോണസിൽ അത് കോണിക്കലായിട്ട് തള്ളി നിൽക്കും, അതിനാണ് കിരട്ടോകോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ബി ആണ്. കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനയ്ക്കകത്ത് റോഡ്സും കോൺസും ഉണ്ട്. കോൺസാണ് നമ്മളെ കളർ തീരുമാനിക്കുന്നത്. അപ്പോൾ കോൺസിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരിക, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്, അതാണ് കളർ ബ്ലൈൻഡ്നെസ്. നോർമലി ഇത് ജനറ്റിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ ചില കളർ കാണാൻ പറ്റാതെ വരും, അതിനാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, കളർ വിഷൻ.
സ്ട്രാബിസസ് മീൻസ് രണ്ട് കണ്ണും ഒരേപോലെ ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അലൈൻമെൻറ്റിൽ മൂവ് ചെയ്യണമെങ്കിലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ മിസ് അലൈൻഡ് ഐസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കോൺകണ്ണെന്ന് പറയും. അത് ആൻസർ ബി ആണ്, സ്ട്രാബിസ്മസ്. വിഷ്വൽ പാത്ത് തുടങ്ങുന്നത് നമ്മൾ കണ്ണിനകത്ത് ലൈറ്റ് വീഴുമ്പോൾ റെറ്റിനയ്ക്ക് വന്നിട്ട് റെറ്റിന വഴി അത് ഒപ്റ്റിക് നെർവ് വഴി നേരെ ബ്രെയിനിലേക്ക് പോയിട്ട് ബ്രെയിനിൻ്റെ ഏറ്റവും ബാക്കിൽ പോയിട്ടാണ് ഈ പാത്ത് അവസാനിക്കുന്നത്. അപ്പം ആ പാത്ത് വെച്ചാണ് വിഷ്വൽ പാത്ത് വരുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ കോർട്ടക്സിലാണ് അവസാനിക്കുന്നത്. ഓക്സിപിറ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ബ്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് ഏരിയ എന്ന് പറയുന്നത് ഓക്സിപിറ്റൽ ഏരിയ, അതാണ് ബ്രെയിൻ കോർട്ടക്സ് എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. അഫേക്യ മീൻസ് ലെൻസ് ഇല്ലാത്ത അവസ്ഥ. നോർമലി നമ്മൾ കണ്ണിനകത്ത് ലെൻസ് ഉണ്ടാവും, പക്ഷേ ചില ലെൻസ് ഇല്ലെങ്കിൽ അതിന് അഫേക്യ എന്ന് പറയാം. ചിലപ്പോൾ അത് പാരമ്പര്യമായിട്ട് വരാം, അല്ലെങ്കിൽ ലെൻസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ലെൻസിൽ എന്തെങ്കിലും കേട് വന്ന് മാറ്റിയത് അതിന് അഫേക്യ എന്ന് പറയും. അപ്പോൾ ആബ്സെൻസ് ഓഫ് ലെൻസ് ആണ് അഫേക്യ, അല്ലെങ്കിൽ നോ ലെൻസ്. ആൻസർ ബി ആണ്. സ്യൂഡോഫേക്യ മീൻസ് ഒരു ലെൻസ് ഉണ്ട്, പക്ഷേ ഒറിജിനൽ ലെൻസ് അവിടെ ഇല്ല, വേറെ ഏതെങ്കിലും ലെൻസ് ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാറ്ററാക്റ്റ് ഒക്കെ വരുമ്പോൾ ലെൻസ് മാറ്റിയിട്ട് പുതിയ ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കാറുണ്ട്. അതിനെ പറയുന്ന ഇൻട്രാഓക്കുലർ ഇംപ്ലാന്റഡ് ലെൻസ്. അപ്പോൾ അത് സ്യൂഡോഫേക്യയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? എ ആണ്. പ്യൂപ്പിൾസ് കൺട്രോൾ. പ്യൂപ്പിളാണ് നമ്മളെ കണ്ണിൻ്റെ അകത്തേക്ക് ലൈറ്റ് കൂടുമ്പോഴും കുറയുമ്പോഴും അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പോൾ എത്ര ലൈറ്റ് പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്യൂപ്പിളാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ലൈറ്റ് എൻട്രി. ഐറിസ്, പീപ്പിളിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പീപ്പിളിലെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് ഐറിസ് ആണ്. ഓക്കെ, ആൻസർ ബി ആണ്. കൺജങ്ക്റ്റീവ് എന്ന് പറയുന്ന കണ്ണിൻ്റെ ഏറ്റവും മേളിലുള്ള ഒരു പാട പോലത്തെ ഉള്ള ലെയറാണ്. അപ്പോൾ അതൊരു മെംബ്രെയിനാണ്. ആൻസർ ബി ആണ്. സ്ക്ലേറ എന്ന് പറയുന്ന കണ്ണിൻ്റെ വെള്ള കളറുള്ള ഏരിയയാണ് സ്ക്ലേറ എന്ന് പറയുന്നത്. അത് അതിൽക്കൂടി ലൈറ്റ് പാസ് ആകത്തില്ല. അപ്പോൾ അതിന് വരുന്നത് വൈറ്റ് ഔട്ടർ കോട്ട്. ആൻസർ ബി ആണ്. ലക്രമൽ ഗ്ലാൻഡ്സ് ആണ് നമ്മുടെ കണ്ണിന് രണ്ട് സൈഡിലും മുകളിലുള്ള ഗ്ലാൻഡ്. അത് ഉണ്ടാക്കുന്നത് കണ്ണുനീരുണ്ടാക്കും, ടേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ആൻസർ ബി ആണ്. ഓർബിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണിരിക്കുന്ന സ്പേസ്, ആ എല്ലിൻ്റെ രണ്ട് ചുറ്റുമുള്ള എല്ലിൻ്റെ സ്പേസിനകത്താണ് കണ്ണിരിക്കുന്നത്. ആ കുഴിക്കകത്താണ് കണ്ണിരിക്കുന്നത്. ആ കുഴിയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻസ്പെക്ഷൻ നോക്കിയിട്ട് അതിനെ പ്രസ് ചെയ്തൊക്കെ നോക്കുന്നതിന് പാൽപേഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ ആൻഡ് പാൽപേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. സ്ലിറ്റ് ലാമ്പ് ഷോ. സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഒരു ആക്സിസിൽ മാത്രം കട്ട് ചെയ്ത് അയക്കുന്നതിനാണ് സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുന്നത് കോർണിയാണ്. കോർണി കറക്റ്റായി കാണുന്നത് സ്ലിറ്റ് ലാമ്പ് വേണം. അപ്പോൾ ആൻസർ ബി ആണ്. ഇൻഡയറക്റ്റ് ഒഫ്താൽമോളജിയുടെ അഡ്വാൻറ്റേജ്. ദൂരെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ഏരിയ കാണാൻ പറ്റും. ഡയറക്റ്റ് ഒഫ്താൽമോളജി കുറച്ച് ഏരിയ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അടുത്തതാണ് നോക്കുന്നത്. ഇൻഡയറക്റ്റ് മീൻസ് ദൂരെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിന് വൈഡ് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും, ലാർജർ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. റെഡ് റിഫ്ലെക്സ് ഇൻക്ലൂഡ്. റെഡ് റിഫ്ലെക്സ് എവിടെയാണ് വരുന്നത്? ഇൻഡിക്കേറ്റ്സ് നമ്മൾ മീഡിയ മീൻസ് നമ്മുടെ കണ്ണകത്തുള്ള ലൈറ്റ് പാസ്സായി പോകുന്ന വഴി കൂടെ ക്ലിയർ ആയിരിക്കും. നമ്മൾ ലെൻസ് ആയാലും കോർണിയ ആയാലും ആൻറ്റീരിയർ ചാമ്പർ ആയാലും പോസ്റ്റീരിയർ ചാമ്പർ ആയാലും എന്നിട്ട് ക്ലിയർ ആയാലും മാത്രമേ ലൈറ്റ് കറക്റ്റായിട്ട് അന്ന് എത്തുള്ളൂ, റെറ്റിന എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ണകത്ത് മീഡിയ ഉണ്ടെങ്കിൽ വിഷൻ ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതിനാണ് റെഡ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റെഡ് കളർ കാണുകയാണെങ്കിൽ അത് റെഡ് റിഫ്ലെക്സ് ആണ്, അത് ക്ലിയർ ആണ് ഇതിൻ്റെ അർത്ഥം. ആൻസർ ബി ആണ്. മീഡിയ ഒപ്പേസിറ്റി അപ്പിയേഴ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും മീഡിയയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലോ അത് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ഷാഡോ ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡാർക്ക് ഷാഡോ ആയിട്ട് കാണാൻ പറ്റും. ആൻസർ ബി ആണ്. മാക്യുലർ ഡീജനറേഷൻ റെറ്റിനയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഡീജനറേറ്റ് ആവുന്നു, കേട് വരുന്നു.
അങ്ങനെ വരുമ്പം റെറ്റിനയിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് മാക്കുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൻട്രൽ വിഷനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട്, നടുക്കുള്ള പോയിന്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വിഷനാണ് സെൻട്രൽ വിഷൻ. അപ്പോൾ മാക്കുലർ ഡീജനറേഷൻ വന്നാൽ സെൻട്രൽ വിഷൻ ബാധിക്കും. നടുക്കുള്ള പോർഷൻ കാണാൻ പറ്റില്ല, സൈഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സൈഡിലെ വിഷനാണ് പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത്. നടുക്കുള്ള വിഷനാണ് ഒരു ഒബ്ജക്റ്റ് സെൻട്രൽ പോർഷൻ സെൻട്രൽ വിഷനും സൈഡ് പോർഷൻ പെരിഫറൽ വിഷനുമാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ വിഷൻ നഷ്ടപ്പെടും. ആൻസർ ബി ആണ്. ഫ്ലോട്ടേഴ്സ് ഇൻഡിക്കേറ്റ്സ്. ഫ്ലോട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ കണ്ണിനകത്തുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ജെല്ലി പോലത്തെ ഒരു ഇതുണ്ട് വിഷ്വൽ, അത് നമ്മൾ ആൻറ്റീരിയർ ചേമ്പറും പോസ്റ്റീരിയർ ചേമ്പറിനകത്ത് ഫ്ലൂയിഡും ജെല്ലി പോലത്തെ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബ്ലോക്ക് വന്നാൽ, പ്രത്യേകിച്ച് പോസ്റ്റീരിയർ ചേമ്പറിലുള്ള വിട്രിയസ് ഹ്യൂമറിനകത്ത് എന്തെങ്കിലും ചെറിയ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അവിടെ ഓപ്പോസിറ്റ് വരുമ്പോൾ കാണുന്നതാണ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. റെറ്റിന ഡിറ്റാച്ച്മെൻറ്റ്. റെറ്റിനയുടെ സ്ഥലത്ത് നിന്ന് ഇളകി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? റെറ്റിന പോയപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അതിന് വിഷൻ ലോസ് ഉണ്ടാകും. ആൻസർ ബി ആണ്. ടോണോമെട്രി. ടോണോമെട്രി ബേസിക്കലി കണ്ണിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് കണ്ണിൻ്റെ പുറത്ത് വെച്ച് മെഷർ ചെയ്യാം, അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അപ്പം ഡിജിറ്റൽ ആൻഡ് അപ്ലനേഷൻ രണ്ടും ഉണ്ട്. ഡിജിറ്റൽ ആകുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് കണ്ണിൽ ടച്ച് ചെയ്ത് മെഷർ ചെയ്യാം. അപ്ലനേഷൻ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ പുറത്ത് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന അപ്ലനേഷൻ ടോണോമെട്രി. അപ്പോൾ ആൻസർ എ ആണ്. ഡെസ്മാസ് റിട്രാക്ട്. ഡെസ്മാസ് റിട്രാക്ട് എന്തിനാണ്? നമ്മൾ കണ്ണ് പരിശോധിക്കുക, കണ്ണ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ റിട്രാക്ട് വെച്ചിട്ടാണ് കണ്ണ് പരിശോധിക്കുന്നത്. അതിന് പറയുന്നത് ഡെസ്മാസ് റിട്രാക്ട് എന്ന് പറയും. അപ്പോൾ ഐലിഡ് റിട്രാക്ട് ആകാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. ഡയറക്റ്റ് ഒപ്തൽമോളജി ഡിസ്റ്റൻസ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ വളരെ അടുത്ത് പോയിട്ട് നോക്കുന്നതിനാണ് ഡയറക്റ്റ് ഒപ്തൽമോളജി ഒപ്തോസ്കോപ്പി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ക്ലോസ്. ഇൻഡയറക്റ്റ് ഒപ്തൽമോസ്കോപ്പി കണ്ണിൻ്റെ ദൂരം നമ്മൾ പരിശോധിക്കുമ്പം അങ്ങനെയാണ് പേഷ്യനെ ഇരുത്തേണ്ടത്. അപ്പം അഡൽട്ട് ആണെങ്കിൽ നമ്മൾ നേരെ ഇരുത്തി ചെയ്യാം, കുട്ടികളാണെങ്കിൽ നമ്മൾ കിടത്തിയും ചെയ്യാം. അപ്പം ഒന്നി സുപ്പൈൻ അല്ലെങ്കിൽ കുട്ടികളുടെ സുപ്പൈൻ കിടത്തി ചെയ്യാം, അഡൽറ്റായിട്ട് അപ്രൈറ്റും ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ആൻസർ ബി ആണ്. ആൻറ്റീരിയർ ചേമ്പർ എന്ന ലെൻസിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയാണ്. അതിനകത്ത് ക്ലിയർ ആയിട്ടൊരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിൻ്റെ പേര് അക്വസ് ഹ്യൂമർ എന്നാണ്. അക്വസ് ഹ്യൂമർ ആൻസർ ബി ആണ്. വിട്രിയസ് ഹ്യൂമർ ലെൻസിൻ്റെ ബാക്കിലുള്ള ഒരു ഫ്ലൂയിഡിനെയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ പറയുന്നത് വിട്രിയസ് ഹ്യൂമർ എന്നാണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷന് കണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുക എന്നുള്ളത്. ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, കണ്ണ് റൗണ്ടായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം ബി ആണ്, മെയിൻറ്റെയിൻ ഷേപ്പ്. ഓക്കെ, ഐ എക്സാമിനേഷൻ ഇൻക്ലൂഡ്സ്. കണ്ണിനെ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സാമിൻ ചെയ്യും? കണ്ണിൻ്റെ എക്സാമിന് എല്ലാ പാർട്സും എക്സാമിൻ ചെയ്യണം. കണ്ണിൻ്റെ ഐലിഡ്സ് തൊട്ട് കൺജങ്ക്റ്റീവ, കോർണിയ, സ്ക്ലീറ, ഇതിനകത്തേക്ക് എല്ലാം എക്സാമിൻ ചെയ്യണം. അപ്പോൾ ആൻസർ ബി ആണ്, മൾട്ടിപ്പിൾ സ്ട്രക്ചേഴ്സ് ആണ്, കംപ്ലീറ്റ് അസസ്മെൻറ്റ്. ഓക്കെ, പെരിമെട്രി ടെസ്റ്റ്. പെരിമെട്രി എന്ന് വെച്ചാൽ നമ്മൾ സൈഡിലുള്ള വിഷയങ്ങൾ നോക്കുന്നത്. നമ്മൾ കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ നടുക്ക് ഭാഗമുണ്ട്, സൈഡ് ഭാഗമുണ്ട്. അപ്പോൾ സൈഡിലുള്ള വിഷൻ ചേർത്തിട്ട് ടോട്ടൽ എത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, ഒരു കണ്ണ് അനങ്ങാതെ ഇരിക്കുമ്പോൾ എത്ര ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പെരിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡാണ്, എത്ര ഫീൽഡ് കവർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ ബി ആണ്, വിഷ്വൽ ഫീൽഡ്. സ്വിങ്ങിങ് ഫ്ലാഷ് ലൈറ്റ് ടെസ്റ്റ്. അതെന്താ ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ലൈറ്റ് അടിക്കുകയും മാറ്റുകയും ചെയ്യുമ്പോൾ കണ്ണിലൊരു ലൈറ്റ് അടിച്ചിട്ട് പിന്നെ മാറ്റുന്നു, പിന്നെ അടിക്കുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന് അത് പ്യൂപ്പിൾസ് ചുരുങ്ങി റിലാക്സ് ആവുകയും ചെയ്യും. അപ്പോൾ പ്യൂപ്പിൾ റിഫ്ലക്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലാഷ് ലൈറ്റിങ്ങിനെ മാറ്റി മാറ്റി അടിക്കുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്, പ്യൂപ്പിലറി റിഫ്ലക്സ്. ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.